നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ് വൺ അല്ല ലാലീഗ, എംബപ്പെ പാടുവിടും. അതാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊരാൾക്കും, എത്ര വലിയ വമ്പൻ താരത്തിനും ഒരു ലീഗിൽ നിന്ന് മാറി മറ്റൊരു ലീഗിലേക്ക് വരുമ്പോൾ, ഒരു രാജ്യത്ത് നിന്ന് മാറി മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുമ്പോൾ ഒരു അഡാപ്റ്റേഷൻ പീരീഡ് ഉണ്ടാകും. അതിപ്പോൾ വലിയ ലീഗിൽ നിന്ന് ചെറിയ ലീഗിലേക്ക് മാറും പോലെയല്ല. ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോ അതുപോലെ ലീഗയിലോ അതല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ടോപ്പ് 5 ലീഗിലോ കളിച്ചിട്ട് പിന്നെ സൗദിയിലെ ഏതെങ്കിലും ക്ലബിലേക്ക് പോകുന്ന പോലെയോ യു എസിലെ ഏതെങ്കിലും ക്ലബിലേക്ക് പോകുന്ന പോലെയോ അല്ല. പ്രീമിയർ ലീഗിൽ കളിച്ചിട്ട് ലീഗയിലേക്ക് പോവുക, അല്ലെങ്കിൽ ലീഗ് കളിച്ചിട്ട് പ്രീമിയർ ലീഗിലേക്ക് പോവുക, ലീഗ് വണ്ണിൽ കളിച്ചിട്ട് ലീഗിലേക്ക് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഡാപ്റ്റേഷൻ പീരീഡ് ഉണ്ടാവും. കോമ്പറ്റീഷൻ ടഫാണ്, അത് സ്വാഭാവികമാണ്. അതിനുള്ള ഒരു സമയം പോലും കൊടുക്കാതെ പലരും എംബാപ്പെ ഫ്ലോപ്പാവും എന്ന തരത്തിൽ പ്രതികരിക്കുന്നത് കണ്ടിരുന്നു. അതിനെക്കുറിച്ച് തന്നെ ആഞ്ചലോട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, എംബാപ്പയുടെ അഡാപ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി കാണാം കളിയെന്ന്. ഇപ്പോൾ അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 4 സീസണുകളിൽ അദ്ദേഹം ലീഗ് വണ്ണിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കുറഞ്ഞ കളികൾ കൊണ്ട് ലീഗയിൽ ചെയ്തതിൻ്റെ കൃത്യമായ കണക്ക്. ഇന്നലത്തെ കളിയിലും അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനം തന്നെ നടത്തി. അതോടുകൂടി കിലിയൻ എംബാപ്പെ നൗ ഹാസ് 2 ലീഗ അപ്പിയറൻസസ് വിത്ത് 5+ കീ പാസസ് ദി സീസൺ. ഒറ്റ കളിയിൽ 5ലധികം കീ പാസുകൾ കൊടുക്കുന്ന തരത്തിൽ അദ്ദേഹം ലീഗയിൽ ഇപ്പോൾ 2 കളികളായി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഓൾറെഡി മോർ സച്ച് പെർഫോമൻസസ് ദാൻ ഹി ഹാഡ് ഇൻ ഹിസ് ലാസ്റ്റ് 4 ലീഗ് വൺ ക്യാമ്പയിൻസ്. ഇതിനു മുമ്പുള്ള 4 ലീഗ് വൺ ക്യാമ്പയിനുകളിൽ അദ്ദേഹം ആകെ ഒറ്റ കളിയിലാണ് 5+ കീ പാസുകൾ കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓൾറെഡി ലീഗയിലെ 2 കളികളിൽ അദ്ദേഹം അങ്ങനെ കൊടുത്തു കഴിഞ്ഞു. സോ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ലീഗ് വൺ എന്നോ ലീഗ എന്നോ ഒന്നും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഉണ്ടാവില്ല. അവർക്ക് ഏത് മണ്ണും ഒരുപോലെയാണ്. അത് എംബാപ്പെ കൂടി തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കുക, ഇപ്പോൾ ലീഗയിൽ ഗോളടിയുടെ കണക്കെടുത്താൽ കിലിയൻ എംബാപ്പെ 10 ഗോളുകളായി 3-ാം സ്ഥാനത്ത് അദ്ദേഹമുണ്ട്. 16 ഗോളുകളുമായിട്ട് റോബർട്ട് ലെവൻഡോസ്കിയും 11 ഗോളുമായിട്ട് റാഫീഞ്ഞയുമാണ് 1-2 സ്ഥാനങ്ങളിലെങ്കിൽ 10 ഗോളുകളുമായിട്ട് കിലിയൻ എംബാപ്പെ 3-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. ചുരുക്കത്തിൽ എംബാപ്പയും പറയുന്നു, ലീഗ് വൺ അല്ല ലീഗ, പക്ഷേ ലീഗ് വണ്ണിനേക്കാൾ മികവിൽ അദ്ദേഹത്തിന് ലീഗയിലും കളിക്കാൻ പറ്റുമെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.